അസ്സലാമലൈക്കും പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. ഈവനിങ് വ്ളോഗ് എന്ന് വെച്ചാൽ ഉമ്മാൻ്റെ ഈ പ്രാവശ്യത്തെ പച്ചക്കറി വിളവെടുപ്പ് മുന്നാന്ന് ഞാൻ പയറ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു. കുറച്ച് തക്കാളി വഴുതന എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതും കൂടി കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ ഒരു രക്ഷയില്ല കേട്ടോ, ഇങ്ങനെ ഓരോന്ന് കായ്ക്കുമ്പം ഓരോരോ ആക്രമണികൾ വരുന്നുണ്ട്. ഇതെന്തോ പുഴുവാറ്റം കുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വെണ്ട ഉണ്ടാകുന്നുണ്ട്. പിന്നെ തക്കാളി ഈ ചെടിയിൽ തക്കാളി ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് വെണ്ടയല്ല, നമ്മൾ ചുണ്ടങ്ങ എന്ന് പറയുന്നില്ലേ, ഇത് നമ്മളടുത്ത ചേച്ചി പറഞ്ഞു ഇതും വഴുതനങ്ങ പോലെ തന്നെ റൗണ്ടായിട്ടൊരു സാധനം. അപ്പം അതും തോരനെല്ലാം വെച്ചാൽ നല്ല അടിപൊളിയായി നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇതിനെയും ഇവിടെ തന്നെ വെച്ച് വളർത്തിയതാണ്. ഇങ്ങനെ പോയതാ, ഇങ്ങനെ അയറ്റി വെച്ച് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ തക്കാളിയൊക്കെ കാണും. ഗൈസ്, നമ്മുടെ അബിയു ഇനിയും മണ്ണിൽ നട്ട് വെച്ചിട്ടില്ല, ഗ്രോ ബാഗിൽ തന്നെ ഉള്ളത്. അപ്പം ഇൻഷാ അല്ലാഹ് ഫ്രീ ടൈമെല്ലാം കിട്ടുമ്പം മണ്ണിൽ നട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഒന്നിനും സമയമില്ല ഗൈസ്. നമ്മുടെ പേരക്കെല്ലാം കുരങ്ങൻ വന്നിട്ട് തിന്ന് പോകുന്നുണ്ട്. ഈ പ്രാവശ്യം നമുക്കൊന്നും കിട്ടൂലെന്നാണ് വിചാരിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ പ്ലാസ്റ്റിക് കൂടിലാക്കിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. നോക്കിക്കേ, കർമൂസെല്ലാം തിന്ന് നശിപ്പിച്ചിട്ട് പോയി. ഒന്നും കർമൂസൊന്നും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ മുരിങ്ങയിലെല്ലാം മുരിങ്ങക്കായ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പൂവെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഉമ്മാൻ്റെ തക്കാളി കാണാം. കായ്ച്ച് നിൽക്കുന്ന തക്കാളി കാണാം. ഇവിടെ 2 പിഞ്ച് പേരൊക്കെ ഉണ്ട്. അതെ, നമ്മുടെ ചായ മനസ്സെല്ലാം കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കട്ട് ചെയ്ത് മാറ്റി ഇനി നല്ലോണം കിളുത്ത് വരും. അപ്പോൾ അതേ ടേണ്ടടേൻ തക്കാളി ഇതേ ഇവിടെ കായ്ച്ച് നിൽപ്പുണ്ട്. നല്ല ചട്ടി തക്കാളിയാണ്. ഇതിലൊന്ന് പഴുത്തിട്ടുണ്ട്. ഉമ്മ രാവിലെ പറയാൻ തുടങ്ങിന്, നീ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്ക്, എനിക്ക് തക്കാളി പറിച്ച് വെക്കണം, അല്ലെങ്കിൽ കുരങ്ങ് വിടൂലാന്ന്. അപ്പോൾ അതെ ഇവിടെ എല്ലാം നിറയെ പൂവിട്ടിട്ടുണ്ട്. കണ്ടില്ലേ. പിന്നെ അതെ ഈ മീൻ്റെ പെട്ടിയിൽ സ്വീറ്റ് പൊട്ടോട്ടോ, അതായത് മധുരക്കിഴങ്ങ്, ബത്താസ്, ചക്കരക്കിഴങ്ങ് എല്ലാം പറയും. ഇത് നവാസ് കാക്ക ഉമ്മാക്ക് കൊണ്ടു കൊടുത്ത വള്ളിയാണ്. അപ്പോൾ ഉമ്മ എല്ലാം കട്ട് ചെയ്തിട്ട് ഇതിൽ വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ചേമ്പ്, വാസലതാ. വാസലക്ക് പന്തലിട്ട് വാസല ഉണ്ടാ, വാസലതേ ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി ഇങ്ങനെ പന്തലെല്ലാം കയറും. ഇവിടെ എല്ലാം ഉണ്ട്. മാഷാ അല്ലാ, മസാല എല്ലാം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. പച്ചമുളകെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇനി ഒന്നും ഇൻഷാ അല്ലാ നമുക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ടി വരൂല. പച്ചമുളക്, തക്കാളി, ചീര എല്ലാം കുറേ ആയി വാങ്ങാണ്ട്. നമ്മളിവിടെ തന്നെ പറിച്ച് തോരൻ വെക്കുന്നത് ചീരയാണ്. ചീര, പയറ്, ഇതെല്ലാം പച്ചമുളക്, തക്കാളി. ഇതിലും പച്ചമുളകായിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ കെമിക്കലൊന്നും ചേർക്കാതെ നല്ല വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് നമ്മളെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറികളാണ്. ഇനിയുണ്ട് തക്കാളി, ആയിട്ടില്ല, കാണിച്ചു തരാൻ വരും. ഇതേ പയർ ഇന്നലെ പറിച്ചു. ഇവിടെ എല്ലാം ഉണ്ട് പയറിൻ്റെ വള്ളി. ഉണ്ടാകുന്നതിന് നമുക്ക് വറവിനെല്ലാം നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേ ഉണ്ട്. പിന്നെ അതെ കോവക്ക കണ്ടില്ലേ. പിന്നെ ഇത് ടെങ്കടേൻ, ഇവിടെയൊക്കെ നിറയെ തക്കാളി ഉണ്ടായിട്ടുണ്ട്. പഴുത്തിട്ടില്ല, പിഞ്ച് തക്കാളിയാണ്. കണ്ടില്ലേ.
ഇതൊന്നും ഉമ്മാക്ക് സമാധാനമില്ല പറിക്കായിട്ട്. അപ്പം കുരങ്ങ് വന്നിട്ടെല്ലാം സാപ്പിട്ട് പോവും, പിന്നെ ഒന്നും നമുക്ക് കിട്ടൂല. അതുകൊണ്ടാണ് പേടിച്ചിട്ട് രാവിലെ പറിക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ വന്നിട്ട് വൈകുന്നേരം പറിക്കാമെന്ന്. കണ്ടില്ല, ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. കുരങ്ങ് 2-3-4 ദിവസമായി വരാതെ. അപ്പം ഇതെല്ലാം നോട്ടമിട്ടിട്ട് പോയതാന്നറിയില്ല. നോക്കി വെച്ച് പോയാൽ പിന്നെ പഴുക്കട്ടെന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടാവും. വരാ മാറിയുന്നുണ്ട്. മുകളിൽ ടെറസിൻ്റെ മുകളിൽ വണ്ടൊക്കെയെല്ലാം ഉണ്ട്. വരാ. ഇനി നമുക്ക് നേരെ ടെറസിൻ്റെ മുകളിലോട്ട് കയറാം. അപ്പോൾ ഇനി നമുക്ക് നേരെ ടെറസിൻ്റെ മുകളിൽ കയറാം. അവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. കണ്ടില്ലേ, വൈകുന്നേരത്തെ കാഴ്ചകൾ അടിപൊളിയാണ് ഗൈസ്. ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറി. മീൻപട്ടിയിൽ ചീര, ചേമ്പ്, ചാക്കിൽ ചീര. ഇതാ ടെറസിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും ചാണകപ്പൊടിയെല്ലാം ഇട്ടിട്ട് ചീര നട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം പച്ചമുളക്, എല്ലാവരും പച്ചമുളകെല്ലാം ഉണ്ടാകുന്നുണ്ട്. മധുരക്കിഴങ്ങിൻ്റെ വള്ളി, ചാക്കിലെ ചേമ്പ്. എല്ലാവരും ചേമ്പ് നടുമ്പോഴേക്കും നമ്മൾ ഇൻഷാ അല്ലാഹ് ചേമ്പ് വിളവെടുത്തിട്ട് ചെയ്യും. നല്ല ഉഷാറായിട്ടുണ്ട്. ചാണകപ്പൊടിയെല്ലാം ഇട്ടതാ, മണ്ണ് ചാണകപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തിന്. വെണ്ണീര് ഇങ്ങനെ കൂവക്കിഴങ്ങ് ഉണ്ട്, പച്ചമുളക്, പയറുള്ളി, ഇതാ വെണ്ട. ഇനി വെണ്ടയും കൂടി ഇല്ലയെന്ന് പറയണ്ട, വെണ്ടയും ഉണ്ട്. ഈ പ്രാവശ്യം നല്ലോണം ഉണ്ടാകുന്നുണ്ടല്ലേ, മാഷാ അല്ലാഹ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ മാവും പൂത്തിട്ടുണ്ട്.